ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. DGPക്ക് കിട്ടിയ വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സലീം മാലിക് തിരുവനന്തപുരത്ത് ചേരും. സലീം, നിയമ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കേസെടുത്തിരിക്കുന്നു. എന്ത് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? ഇതിലെ പ്രതിസന്ധി പരാതിക്കാരും ഇതുവരെ നേരിട്ടെത്തിയിട്ടില്ല എന്നുള്ളതിലെ എന്തായിരിക്കും തുടർ നടപടികൾ? സുഹൈൽ, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലാണ് പരാതിക്കാർ ഭയപ്പെടേണ്ടതില്ല, ഏതെങ്കിലും നിലയിൽ പരാതികളുണ്ടെങ്കിൽ അത് ധൈര്യമായി നൽകാം, സർക്കാർ സംരക്ഷണം നൽകും എന്നൊരു നിലപാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സ്വന്തം നിലയിലാണ് കേസെടുത്തിരിക്കുന്നത്, സ്വമേധയാ നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് വിവിധ പരാതികൾ നൽകിയിരുന്നു. അത് ഇരകളാക്കപ്പെട്ടവരല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് കോണുകളിൽ നിന്നായിരുന്നു പരാതികൾ വന്നത്. ഈ പരാതികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ സ്വന്തം നിലയിൽ ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയായിരുന്നു. പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ആ കേസിന്റെ ഭാവിയെക്കുറിച്ചുൾപ്പെടെ ഇനി വേണം അറിയാൻ. കാരണം പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഇരകളുടെ പരാതിയില്ല എന്നുള്ളതായിരുന്നു ആദ്യ ദിവസങ്ങളിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വലിയ തടസ്സം. പക്ഷേ ഇപ്പോൾ ആ തടസ്സമൊക്കെ മാറ്റിക്കൊണ്ട് നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. കോടതിയിലേക്ക് ഉൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിന് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് വെല്ലുവിളി. അതിന്റെ ഭാഗമായി ഈ ശബ്ദം പുറത്തു വന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരാതിക്കാരുടേതും ഒപ്പം തന്നെ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നവരുടെയും ഒക്കെ മൊഴികൾ രേഖപ്പെടുത്തണം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കാനും ഒരുങ്ങുകയാണ്. സർക്കാരിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെയും ഒരു FIR പോലും ഇല്ലാത്ത കേസ് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ച പ്രതിരോധം. ഇനി ഉണ്ടാകില്ല. സ്ത്രീകളെ ശല്യം ചെയ്ത വകുപ്പ് ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു.